ഹായ് ഓൾ, ഞാൻ ആര്യ. മാർക്ക്ലാൻഡ് സിറ്റ്ഫോടെക്കിലെ പൈത്തൺ ഡെവലപ്പർ ആൻഡ് ട്രെയിനറാണ്. പൈത്തൺ ഇൻ വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റിൽ പൈത്തൻ്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഇന്ന് ഒരുപാട് യൂസ് ചെയ്യുന്ന IT മേഖലയിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൺ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരുപാട് മേഖല, ഇപ്പോൾ വെബ് ഡെവലപ്മെന്റ് ആയാലും വെബ് ആപ്ലിക്കേഷൻസ് ആയാലും ഇങ്ങനെ ഒരുപാട് AI, ML, ഡാറ്റാ സയൻസ്, ഇവിടെ എല്ലാം നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തണിൽ വെബ് ഡെവലപ്മെന്റിൽ പൈത്തൻ്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന്, അതിൻ്റെ വേഴ്സറ്റാലിറ്റി. പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് ഭയങ്കര വേഴ്സറ്റൈലാണ്. അതുപോലെ തന്നെ പൈത്തണിനകത്ത് ഒരുപാട് ഫ്രെയിം വർക്ക്സും ലൈബ്രറീസും എല്ലാം ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഭയങ്കര സ്കെയിലബിൾ ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി പൈത്തൺ സ്കെയിലബിലിറ്റിയെ പറ്റി നോക്കാം. സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ പൈത്തൺ നമുക്ക് ചെറിയ പ്രോജക്ട്സ് തൊട്ട് വലിയ പ്രൊജക്ട്സിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ ഇത് നമുക്ക് ഭയങ്കര അധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇൻ്റഗ്രേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ പൈത്തൺ ഒരുപാട് ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ആയാലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി APIs ആയാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും നമ്മുടെ വെബ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആണ്. വെബ് ഡെവലപ്മെൻറ്റിൽ പൈത്തൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റിൽ പൈത്തൺ മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വെബ് ഡെവലപ്മെൻറ്റിൽ ഒരു മേജർ പാർട്ട് പൈത്തൺ ഉണ്ടെങ്കിലും ബാക്കി വേറെയും കുറേ ലാംഗ്വേജസും കുറച്ച് ടെക്നോളജീസ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വെബ് ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ മെയിനായിട്ടും വെബ് ഡെവലപ്മെൻറ്റ് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫ്രണ്ട് എൻഡും അതുപോലെ തന്നെ ബാക്ക് എൻഡും. വെബ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മേജർ പാർട്സ് ആണ് ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും. അതിൽ നമ്മുടെ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് വരുന്നത് ബാക്ക് എൻഡിനകത്താണ്. പക്ഷേ ഈ ബാക്ക് എൻഡ് പൈത്തൺ മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുപോലെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഫ്രണ്ട് എൻഡിൽ എന്താ വരുന്നത്, അതുപോലെ തന്നെ ബാക്ക് എൻഡിൽ എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, jQuery ഇങ്ങനെ കുറച്ച് ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ ഫ്രണ്ട് എൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂസർ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനിലോ കയറി കഴിയുമ്പോൾ ഒരു യൂസർ കാണുന്ന പാർട്ട് ഉണ്ടല്ലോ, അതാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മോസ്റ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റ്സ് ആണ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ. ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് പാർട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ വരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു യൂസർ കാണുന്ന പാർട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. അതിനാണ് ഈ HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഇങ്ങനെയുള്ള കുറച്ച് ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് എൻഡിന് ഒരു മേജർ പാർട്ട് ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിൽ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക്സും അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസ് ആയ HTML-ഉം CSS ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്ക് എൻഡിലേക്ക് വരുവാണെങ്കിൽ ബാക്ക് എൻഡിലായിട്ട് മെയിനായിട്ട് വരുന്ന ഈ പൈത്തണും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡേറ്റാബേസും വരുന്നുണ്ട്. പൈത്തൺ എന്ന് പറയുമ്പോൾ പൈത്തൺ നമ്മൾ പക്ക പൈത്തൻ്റെ കോഡ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് ലൈബ്രറീസ് ഉണ്ട്, ഫ്രെയിം വർക്ക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൻ്റെ ഫ്രെയിം വർക്ക്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ജാങ്കോയും ഫ്ലാസ്കും അതുപോലെ തന്നെ പിരമിഡും ഉണ്ട്. അതിൽ ജാങ്കോയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പൈത്തൻ്റെ ബാക്ക് എൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൈത്തൺ വെച്ചിട്ട് ഒരു ഫ്രെയിം വർക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ജാങ്കോയാണ്. എന്ന് വെച്ചാൽ വേറെ ഫ്രെയിം വർക്ക്സ് ഇല്ലെന്നല്ല, ബട്ട് ജാങ്കോയാണ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ജാങ്കോ പൈത്തൻ്റെ ഫ്രെയിം വർക്കാണ്. ഇതും അതുപോലെ തന്നെ ഡേറ്റാബേസ് ഉണ്ട്. ഡേറ്റാബേസും വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് എൻഡ് കൈകാര്യം ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡിൽ കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്, നമ്മൾ യൂസർ കാണുന്ന പാർട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഇപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്ന ഒരു ബട്ടൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണ്, ജസ്റ്റ് ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ കാർട്ടിലേക്ക് പോകുന്നില്ലേ? അതെങ്ങനെ പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടാണ് ബാക്ക് എൻഡിൽ പ്രോസസ്സ് വർക്കാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈത്തൻ്റെ ഈ ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡേറ്റാബേസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ഫോം ഉണ്ടാകും, അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെ കാർട്ടിലേക്ക് ഡേറ്റാസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഡേറ്റാസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. അതുപോലെ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കാർട്ടിൽ എന്തൊക്കെ കിടക്കണം അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് വരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈ വക ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിനെല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തത്, ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത്. സോ പൈത്തൻ്റെ ഫ്രെയിം വർക്കും പിന്നെ ഡേറ്റാബേസും അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസും ഇതെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു പ്രോപ്പർ വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അതുപോലെ ഡേറ്റാബേസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അവിടെ ഒരുപാട് ഫോംസ് കാണാൻ പറ്റും. കോൺടാക്ട് ഫോം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഫോം, ലോഗിന്, ഇങ്ങനെ കുറേ ഫോംസ് കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മളിപ്പം ഫ്ലിപ്കാർട്ടോ ആമസോണോ എവിടെയെങ്കിലും കയറി നോക്കുവാണെങ്കിൽ കുറേ ഡേറ്റാസ് കിടക്കണ്ടാവും. നമ്മൾ നോക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ആ പ്രൊഡക്ട്സ് എല്ലാം കിടക്കുന്നത് അതിൻ്റെ എല്ലാം ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ഈ ഡേറ്റാബേസിലാണ്. അപ്പോൾ നമ്മുടെ വെബ് ഡെവലപ്മെൻറ്റിൽ ഈ ഡേറ്റാബേസും ബാക്ക് എൻഡ് ഫ്രെയിം വർക്ക്സും അതുപോലെ ഫ്രണ്ട് എൻഡും എല്ലാം കൂടെ ചേർന്നാലാണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പൈത്തൺ ഉള്ളപ്പോൾ എന്തിനാണ് പൈത്തണ് വേറൊരു ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. ആക്ച്വലി ഈ ഫ്രെയിം വർക്ക്സിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറേ ബിൽഡ് ഇൻ ഫീച്ചേഴ്സ് ഉണ്ടാവും. നമ്മൾ പൈത്തൺ വെച്ചിട്ട് കുറേ കോഡ് എഴുതി കൊടുക്കുന്നതല്ലാതെ ഈ ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുമ്പം അവിടെ കുറേ ബിൽഡ് ഇൻ ഫീച്ചേഴ്സും ടൂൾസൊക്കെ ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഈസിലി യൂസ് ചെയ്ത് കുറേ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെബ് ഡെവലപ്മെൻറ്റിൽ പൈത്തൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ വെച്ചിട്ട് നമുക്ക് ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പൈത്തൻ്റെ ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബാക്ക് എൻഡ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഈ ബാക്ക് എൻഡിൻ്റെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്നും അതുപോലെ പൈത്തൺ വെബ് ഡെവലപ്മെൻറ്റിനകത്ത് എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പൈത്തൺ വീഡിയോസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്